തലസ്ഥാനത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന ആരോപണത്തിലേക്കാണ് കാട്ടാക്കടയിൽ കുത്തിവെപ്പിനെ തുടർന്ന് 2.5 വയസ്സുകാരി മരിച്ചു. ശ്വാസം മുട്ടലിന് ചികിത്സയ്ക്കെത്തിയ 2.5 വയസ്സുകാരി കുട്ടിക്ക് കയ്യിൽ 2 കുത്തിവെപ്പുകൾ എടുത്തു. തുടർന്ന് അബോധാവസ്ഥയിലായ കുട്ടിയെ ഡോക്ടർമാരും നഴ്സും ചേർന്ന് മറ്റൊരു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അരുൺ മോഹൻ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഈ ആശുപത്രിയുടെ ഭാഗത്തു നിന്നും ഗുരുതരമായ അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. കുട്ടിക്ക് ഇഞ്ചക്ഷൻ എടുത്തതിന് ശേഷം ഗുരുതരാവസ്ഥയിലാവുകയും അതിനുശേഷം അതിന്റെ മറ്റു തുടർ നടപടികൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്തു. അതിനുശേഷം മാതാപിതാക്കളെ പോലും അറിയിക്കാതെയാണ് മറ്റൊരു ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ മാറ്റുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? അനുശ്രീ, തീർച്ചയായും വളരെ ഗൗരവമായ ഒരു വിഷയം തന്നെയാണ് വീണ്ടും നമ്മുടെ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഈ പറയുന്ന 2.5 വയസ്സുകാരിയായ ഒരു കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ട വളരെ ദുഃഖകരമായ ഒരു വാർത്ത തന്നെയാണ് പങ്കുവയ്ക്കാനുള്ളത്. ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ സംഭവം. കാട്ടാക്കട ഉറിയക്കൂട് സ്വദേശിയായ സിദ്ദിഖ് ഫൈസദ് ദമ്പതികളുടെ ഇരട്ട കുട്ടികളുടെ 2ാമത്തെ കുട്ടിയായ ആയിഷ ഫാത്തിമയാണ് മരണത്തിന് കീഴടങ്ങിയത്. നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതനുസരിച്ച് കഴിഞ്ഞ 18-ാം തീയതിക്ക് കുട്ടിക്ക് കണ്ണിന് ചുറ്റും ഒരു നീർക്കെട്ട് ഉണ്ടാകുന്നു. തുടർന്ന് കുട്ടിയെ സമീപത്തെ സർക്കാർ ആശുപത്രിയിൽ കാണിക്കുന്നു. രോഗം ഭേദമാവാത്തതിനെ തുടർന്ന് കുട്ടിയെ ഒരു കണ്ണാശുപത്രിയിൽ കൊണ്ടുപോയി ഈ പറയുന്ന പരിശോധന നടത്തുന്നു. തുള്ളിമരുന്ന് ഉൾപ്പെടെ നൽകിയായിരുന്നു കുട്ടിയെ അന്ന് വീട്ടിലേക്ക് വിടുന്നു. എന്നിരുന്നാലും രാത്രിയോടുകൂടി വീണ്ടും ശ്വാസം മുട്ടൽ ഉൾപ്പെടെ ഉണ്ടായതിനെ തുടർന്ന് കുട്ടിയെ കാട്ടാക്കടയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് വീണ്ടും പരിശോധനകൾ നടത്തി പോകുന്നു. രക്തപരിശോധന ഉൾപ്പെടെ നടത്തി വീട്ടിലേക്ക് മടങ്ങി 19-ാം തീയതി. 20-ാം തീയതി രാവിലെ തന്നെ ഈ കുടുംബം വീണ്ടും ആശുപത്രിയിലേക്ക് വരുന്നു. കാരണം ഈ പറയുന്ന രോഗം ഭേദമാവുന്നില്ല എന്നൊരവസ്ഥ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്ന് നടത്തിയ ഒരു പരിശോധനയെ തുടർന്ന് കുട്ടിക്ക് ഒരു ഇഞ്ചക്ഷൻ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇഞ്ചക്ഷൻ നൽകുന്ന സമയത്ത് കുട്ടിയുടെ ഒരു വശത്തേക്ക് കോണിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായെന്നാണ് കുട്ടിയുടെ അച്ഛൻ ഉൾപ്പെടെ പറയുന്നത്. കുട്ടിക്ക് അബോധാവസ്ഥയിലേക്ക് എത്തി എന്നുള്ളതാണ് മറ്റൊരു പറയുന്നത്. തുടർന്ന് ആശുപത്രിയിലെ ഡോക്ടറും നഴ്സും ചേർന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് കുട്ടിയെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു. എന്താണെന്ന് പറയുമ്പോഴായിരുന്നു കുട്ടിക്ക് അല്പം സീരിയസ് എന്ന് അവരോട് പറയുന്നത്. അതുവരെ അവർ പറഞ്ഞില്ല എന്നുള്ളതാണ് ഗൗരവമായ ഒരു ആരോപണമായി അവർ ഉന്നയിക്കുന്നത്. എന്തായാലും കുട്ടിയുടെ രക്ഷിതാക്കളെ സ്ഥാനത്ത് തന്നെ മറ്റൊരു ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുട്ടിയുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു ദുഃഖകരമായ ഒരു വാർത്തയാണ് കുടുംബത്തിന് ലഭിച്ചിരുന്നത്. ഇവിടെ മനസ്സിലാക്കാൻ കഴിയുന്നത് കുട്ടിക്ക് ഒരു അലർജിയുടെ അസുഖം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന ഒരു പ്രാഥമികമായി അറിയുന്നത്. അലർജിയെ തുടർന്നാണ് ഈ പറയുന്ന